ഹലോ വീവേഴ്സ്, നമുക്കിന്ന് കാര ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് വെച്ചാൽ, ഒരു സവോള ഇതേമാതിരി ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്, ചെറിയ സവോളയാണ്. പിന്നെ വറ്റൽമുളക് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ പൊട്ടുകടല ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ പുളി ചെറിയൊരു ലേശം എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ്, പിന്നെ ഒരു തക്കാളി വലുത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ചെറിയ സവോളയ്ക്ക് നമ്മൾ ഒരു വലിയ തക്കാളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് കടുക് വറുക്കാനായിട്ട് ഒരു വറ്റൽമുളക്, ഒരു സ്പൂൺ കടുക്, കരിവേപ്പിൻ്റെ ഇല, ഇത്ര സാധനമാണ് വേണ്ടത്. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചു. സ്റ്റവ് ഒന്ന് കത്തിക്കട്ടെ. സ്റ്റവ് കത്തിച്ചു. ഇനി പാനൊന്ന് ചൂടാവട്ടെ. പാൻ ചൂടായി അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി അതിലേക്ക് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം. മുളകെല്ലാം നമ്മുടെ എരിവിനനുസരിച്ച് വേണം നമ്മൾ ചേർക്കാനായിട്ട്. ഇപ്പം മുളക് വറവായി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്കതിലേക്ക് ഈ സവോള അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. സവോള ഒന്ന് നല്ലപോലെ ഒന്ന് വഴലാനായിട്ട് നമുക്ക് ആ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തു. ഇപ്പോൾ സവോളയുടെ കളറെല്ലാം മാറി നല്ലപോലെ വഴന്നു കഴിഞ്ഞു. ഇനി അതിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ തക്കാളി നല്ലപോലെ വഴന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് പൊട്ടുകടല, പുളി പൊടിയിട്ട് ചേർക്കാൻ. കാരണം നമ്മുടെ പാന് ചൂടുണ്ടാവില്ല. അപ്പോൾ അതിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമ്മളിത് പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. പ്ലേറ്റിലേക്ക് മാറ്റിയത് എന്തിനാണെന്ന് വെച്ചാൽ, നമുക്കത് വേഗം ചൂടാറി കിട്ടാനാണ് വേണ്ടിയിട്ടാണ് പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റിയത്. ഇനി നമുക്ക് അതിലേക്ക് ഒരു സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് അടച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്ത് കഴിഞ്ഞ് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചു. അതൊന്ന് ചൂടാവട്ടെ. ഇതിപ്പോൾ ഞാൻ സവോളയെല്ലാം വഴറ്റിയ പാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഇനി നമുക്ക് കടുക്, കരിവേപ്പിൻ്റെ ഇല, വറ്റൽമുളക് ഇട്ട് കൊടുത്തു. ഇനി അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അത് കടുക് പൊട്ടാൻ വേണ്ടി. ഇപ്പം നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞു. അതിലേക്ക് നമ്മൾക്ക് അരച്ച് വെച്ച ചട്നി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ ചട്നി ഉണ്ടല്ലോ, നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ കഴിക്കാൻ നല്ലതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഒരു ദിവസം തന്നെ ഈ ചട്നി വെച്ച് വെച്ചാൽ അത് കേടുവരില്ല. നമ്മൾ ട്രാവലിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ ചട്നി ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെ എല്ലാം കൊണ്ടുപോകുമ്പോൾ നല്ലതാണ്. ഇപ്പം നമ്മുടെ ചട്നി റെഡിയായി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.